ഈ ലിവർ, കരള് എന്നൊക്കെ പറയുന്നത് ഒന്നാണല്ലോ അല്ലേ? പക്ഷെ അതിനുണ്ടാവുന്ന അസുഖങ്ങൾ രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ആൽക്കഹോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ, നമ്മൾ മദ്യപാനവും മറ്റു ഡ്രഗ്സിന്റെ യൂസൊക്കെ കാരണം ഉണ്ടാകുന്നത്. രണ്ടാമതായി ഉണ്ടാകുന്നത് നോൺ ആൽക്കഹോളിക് ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ. നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ മദ്യപാനം അല്ലാതെ എന്താണ് ഇപ്പോൾ ലിവറിനെ എഫക്റ്റ് ചെയ്യുന്നത്? മരുന്നുകൾ, അലോപ്പതി മരുന്നുകൾ ലിവറിനെ ഹാംഫുൾ ആയിട്ട് നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ മദ്യത്തേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സമൂഹം അനന്യ മെഡിസിൻ കഴിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പാരസെറ്റമോൾ ആയിക്കോട്ടെ മറ്റൊക്കെ. എന്നാലോ ഒരു ബഹുഭൂരിപക്ഷം ആളുകളും മരുന്നില്ലാത്ത ചികിത്സാ രീതികൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും അത് അറിയാതെ പലരും ഇന്നും മെഡിസിൻ കഴിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവരോടാണ് പറയാനുള്ളത്, ഇപ്പോൾ ആൽക്കഹോളിക് ആയിട്ട് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡിസീസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോൺ ആൽക്കഹോളിക് ഡിസീസസ് ആണ് കൂടുതലുള്ളത്. കാരണം എന്താണ്? മെഡിസിൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ചെറിയ അസുഖങ്ങൾക്ക് പോലും പാരസെറ്റമോൾ, ഡോളോ പോലത്തെ മെഡിസിൻസ് കഴിച്ച് അതിനെ ശമിപ്പിക്കുകയല്ല, അതിനെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അസുഖം മാറുകയാണോ മറയാണോ എന്നുള്ളതാണ്. ഒരിക്കലും അസുഖം മാറുകയല്ല ചെയ്യുന്നത്, മറയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വേസ്റ്റ് നമ്മൾ മറച്ച് വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പേക്ക് മാറും. പക്ഷെ പിന്നെ അത് വേസ്റ്റ് എടുത്ത് നോക്കിയാലോ ആദ്യത്തെക്കാൾ ദുർഗന്ധവും അത് മോശമായ രീതിയിലേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത്തരം അസുഖങ്ങൾ. ഉദാഹരണത്തിന് ചൊറിച്ചിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ചൊറിച്ചിലൊക്കെ മെഡിസിൻ ഓയിൻമെൻ്റ് ഒക്കെ പുരട്ടി കഴിഞ്ഞാൽ അത് വീണ്ടും ബ്ലഡിലോട്ട് തിരിച്ചു പോയി വീണ്ടും പല സ്ഥലത്ത് ആ ഒരു വേസ്റ്റ് പോകണം. അത് വേസ്റ്റ് റിമൂവ് ആകുന്ന രൂപമാണത്. അത് ശരിക്കും അങ്ങനെയല്ല. അത് ചൊറിച്ചിലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്, ശരിയായ രൂപത്തിൽ മലമൂത്ര വിസർജനത്തിലൂടെ മറ്റുമാണ് അത് പോകേണ്ടത്, വിയർപ്പായിട്ടും ഒക്കെ പോകേണ്ടത്. ഇതിന് തടസ്സം നിൽക്കുമ്പോഴാണ് ലോഷൻസും മറ്റൊക്കെ പുരട്ടുമ്പോൾ തടസ്സം നിൽക്കും. അതുകൊണ്ടൊക്കെയാണ് ഇത് സ്കിൻ അലർജീസും മറ്റൊക്കെ ഉണ്ടാക്കി വരുന്നത്. ഇതിനെ മരുന്ന് കഴിച്ച് ഒതുക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഇത്തരം ലിവർ സിറോസിസ് പോലത്തെ മറ്റു മാരക അസുഖങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി മരിച്ച സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ ലിവർ സിറോസിസ് ഉണ്ടായത് അവർ ആൽക്കഹോളിക് കഴിക്കുന്ന ഒരാളല്ല എന്നാണ് കേട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് മരുന്ന് കഴിച്ചതുകൊണ്ടാണ്. ഒരുപാട് അസുഖങ്ങളുള്ള ആളാണെന്ന് പറയുന്നുണ്ട്, അതിനൊത്തവും മരുന്ന് കഴിച്ചിട്ടുണ്ടാവും. അത്രയും മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലിവറിൻ്റെ ഡാമേജ് ആവും. ശരീരത്തിലെ കെമിക്കൽ എഫക്റ്റ് ചെയ്യാതെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറാണ് ലിവർ. ആ ലിവറിനാണ് ഇത് ഡയറക്റ്റ്ലി ഹാംഫുള്ളായിട്ട് ഏൽക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പോയി മെഡിസിൻ കഴിക്കാതിരിക്കുക. മരുന്നില്ലാത്ത ചികിത്സാരീതികൾ ഒരുപാടുണ്ട്. അക്യുപഞ്ചർ പോലുള്ള മരുന്നില്ലാത്ത ചികിത്സാരീതികൾ യൂസ് ചെയ്യുമ്പോൾ അത് മാറും എന്ന് മാത്രമല്ല, വീണ്ടും വരാനുള്ള സാധ്യത കുറയും. വീണ്ടും വരാതിരിക്കുക തന്നെ ചെയ്യും. വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചാലേ വീണ്ടും അത് വരുള്ളൂ. മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ച അസുഖം മാത്രമല്ല, അനുബന്ധ അസുഖങ്ങളൊക്കെ അതിൻ്റെ കൊടുത്ത് തന്നെ മാറിക്കിട്ടും. കാരണം ബോഡി മൊത്തത്തിലാണ് അവിടെ ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാരീതികൾ യൂസ് ചെയ്യുക. അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. മാത്രമല്ല, ഏത് അസുഖത്തിന് ചികിത്സയിൽ അത് അനുബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങളും കൂടെ അത് മാറിക്കിട്ടും. അപ്പോൾ ഇത്തരം ചികിത്സാരീതികളൊന്ന് യൂസ് ചെയ്യുക. അത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കുക. നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ആ സെൽഫ് ഹീലിങ്ങിലൂടെ സുഖപ്പെടുത്തുമ്പോഴാണ് അത് പ്രോപ്പറായിട്ട് മാറുക എന്ന രീതിയിലെത്തുന്നത്. മറ്റത് മറയാണ് ചെയ്യുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരു സില്ലിയായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കാരണം ചെറിയ കുട്ടികൾക്ക് വരെ നമ്മൾ ഇന്ന് പാരസെറ്റമോൾ മറ്റും കൊടുക്കുന്നുണ്ട്. അത് അവരെ ബോഡിയെ നന്നായിട്ട് തന്നെ ബാധിക്കും. മാത്രമല്ല, ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റൊക്കെ നന്നായിട്ട് ചേഞ്ചായി, അതൊക്കെ കുത്തഴിഞ്ഞ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ മെഡിസിനും കൂടി ആകുമ്പോൾ ശരീരം പെട്ടെന്ന് തന്നെ വീക്കാവും. കുട്ടികൾക്കൊന്നും ബലം ഉണ്ടാവില്ല. കുട്ടികൾ ബ്രെയിൻ ശരിയായ രൂപത്തിൽ ഡെവലപ്പ് ആവില്ല. ശരിയായ രൂപത്തിൽ പനിക്കണം. പനിയൊക്കെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പനിക്കേണ്ട രൂപത്തിൽ പനിച്ചിട്ടില്ലെങ്കിൽ അതിനെ നിർത്തിയാൽ, മെഡിസിൻ കഴിച്ച് നിർത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയോ മറ്റൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവരും കുട്ടികളുമായിട്ടുള്ള എല്ലാ ആളുകളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സാരീതികൾ നമ്മുടെ അസുഖത്തിന് ഉപയോഗിക്കുക എന്നാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇത് എത്രത്തോളം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയില്ല. ഏറ്റെടുത്താൽ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണെന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ.